ഇന്ന് സിനിമാ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് സിനിമകളിൽ പ്രകാശവിന്യാസത്തിന് ക്യാമറമാനെ സഹായിക്കുന്ന ഒരു സംഘം ആളുകളുടെ പ്രവൃത്തി രംഗമാണ്. വലിയ കർമ്മശേഷിയും അധ്വാനവും ആവശ്യമുള്ള ഈ മേഖലയിലെ ആളുകളെ സിനിമാ വൃത്തങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് ലൈറ്റ് ബോയ്സ് എന്നാണ്. കേരളത്തിൽ ഫിലിം പ്രൊഡക്ഷൻ യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത് 1949 1948 കുഞ്ചാക്കോയുടെ ഉടമസ്ഥതയിൽ ആലപ്പുഴയിൽ ആരംഭിച്ച ഉദയ സ്റ്റുഡിയോയാണ് സംസ്ഥാനത്തെ ആദ്യ പ്രൊഡക്ഷൻ യൂണിറ്റിന് ജന്മം നൽകിയത്. ഉദയയുടെ പ്രാരംഭകാലം മുതൽ സ്റ്റുഡിയോയിലെ പ്രവർത്തകനും പിന്നീട് ഈ ബാനറിലൂടെ തന്നെ ഛായാഗ്രാഹകനുമായ കൃഷ്ണൻകുട്ടി 80ഓളം ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചു. ഒരുത്തർക്കും എന്ന് പറയാൻ പാടില്ല. അത് ഈ സേലത്ത് നിന്നാണ് വന്നത്. ടെക്നീഷ്യൻസ് സേലത്തെ മോഡേൺ തിയേറ്റേഴ്സിൽ നിന്നാണ് പറ്റുക. അതൊരു ഡയറക്ടർ വന്നിട്ട് ഒരു FJH ബേസ് ജർമ്മൻകാരനാണ്. പിന്നെ ക്യാമറ വന്നൊരു ശിവറാം സിംഗ്, അസിസ്റ്റൻ്റായിട്ടൊരു രാമമൂർത്തി. പിന്നെ യൂണിറ്റ് എല്ലാം വന്നിട്ടുള്ളത് ബോംബെയിൽ നിന്ന് മറ്റോ വന്ന് അവിടെ നിന്നാണ്. പക്ഷെ അവരെ വരുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ആയിരിക്കും യൂണിറ്റ്. ലൈറ്റ്സ് എല്ലാം അന്നത്തെ ലൈറ്റ്സ് 2KV. പിന്നെ ബേബി ഈ റൈഫിളെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അതിപ്പോഴും വലിയ വട്ടത്തിലുള്ളവരാണ്. പിന്നെ ടോപ്പ് ബങ്ക് അന്ന് മിക്കവാറും ഇൻഡോർ ആണല്ലോ. ഒരു പടത്തിൻ്റെ ഒരു 80% ഇൻഡോർ സെറ്റായിരിക്കും. അതിന് ഈ സ്കൈ ബാക്ക്ഗ്രൗണ്ടും എല്ലാം വെച്ചിട്ടാണ്. അതിനിടാനായിട്ട് ഈവനായിട്ട് ലൈറ്റ് വരും. അതിങ്ങനെ ഓരോ ദിവസം മുകളിൽ കെട്ടി വരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ബ്രോഡ് വന്നു. പിന്നെ ഈ ഫോട്ടോ പ്ലേറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. അതെല്ലാം ആദ്യകാലത്ത് ഇതേ ഉള്ളൂ. 5KV ഉണ്ട്. 5KV ഇവിടെ ഉദയ 2 ഉണ്ടായിരുന്നു. മലയാളി എന്നും താലോലിക്കുന്ന ഈ ഗാനരംഗങ്ങൾ തലമുറകളുടെ മനസ്സിലേക്ക് പകർത്തിയത് ഈ 82കാരനാണ്. ഈ ലൈറ്റിന് മാത്രം ഒരു 5-8 പേര്, മുകളിലൊരു 2 പേരും, വലിയ സെറ്റാണെങ്കിൽ ഒരു 3 പേര്, താഴെ ഒരു 4-5 പേര് വേണം. അങ്ങനെ മാക്സിമം 10, അതിൽ കൂടുതലില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഇലക്ട്രീഷ്യൻസ് ഉണ്ട്, അസിസ്റ്റൻസ്, അവർ സഹായിച്ചോളും നമ്മളെ. ഇന്ന് ആലപ്പുഴയിൽ വിശ്രമജീവിതം നയിക്കുന്നു മലയാള ഛായാഗ്രാഹകരുടെ ആദ്യ തലമുറയിൽപ്പെടുന്ന കൃഷ്ണൻകുട്ടി. ഞാൻ ആദ്യം തുടങ്ങുന്നത് ഡെബ്രി ക്യാമറ. അത് നമ്മളൊരു പെട്ടി പോലിരിക്കും. ഒരാൾക്കൊന്നും എടുത്ത് പൊക്കാനൊക്കത്തില്ല. 2 പേര് നല്ല ആരോഗ്യമുള്ളവർ വേണം. എടുത്ത് ഓരോ ആംഗിൾ മാറ്റി വയ്ക്കാൻ. അത് ഇൻഡോറിന് മാത്രം. ഔട്ട്ഡോറിനൊന്ന് ആൻറ്റിഫ്ലെക്സ് അല്ല, അതുപോലൊരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ അത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ല, അത് നമുക്ക് ഹാൻഡിൽ വൈൻഡിലും വർക്ക് ചെയ്യും. വൈൻഡിൽ ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്പീഡ് വേരിയേഷൻ വരും. അത് പിന്നെ സൈലൻറ്റ് ഷോട്ട്സിനെല്ലാം അങ്ങനെ ചെയ്യാം, ഇത് ബാറ്ററി ഇല്ലാതെ. അത് കഴിഞ്ഞൊരു 3-4 പടം കഴിഞ്ഞപ്പോൾ അവിടെ ആൻറ്റിഫ്ലെക്സ് വന്നു. അത് കഴിഞ്ഞിട്ട് മിച്ചൽ, ഡെബ്രി കഴിഞ്ഞിട്ട് മിച്ചൽ വന്നു. മിച്ചൽ വന്നു കഴിഞ്ഞിട്ടാണ്, അതും കഴിഞ്ഞ് ഒരു 3-4 പടം കഴിഞ്ഞപ്പം ആരി മേടിച്ചു. 1953 തിരുവനന്തപുരത്ത് P. സുബ്രഹ്മണ്യത്തിന്റെ ഉടമസ്ഥതയിൽ മെർലാൻഡ് സ്റ്റുഡിയോ സജീവമാകുന്നത്. തുടർന്ന് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. തമിഴ്നാട്ടിലാണെന്നല്ലോ അന്ന് മലയാള സിനിമ ജീവിച്ചിരുന്നത്. അപ്പോൾ ഏതുണ്ടെങ്കിലും മദ്രാസ് പോവുക. അത് വേണ്ട, കേരളത്തിൽ മലയാള സിനിമ കേരളത്തിൽ അങ്ങനെ പറിച്ചു നടണം എന്നുള്ളൊരു വാശി അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. അതങ്ങനെ പുറത്ത് പറയാതെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. അതാണ് അതിൻ്റെ പരമാർത്ഥം. പിന്നെ വർക്കേഴ്സ് ധാരാളം വർക്കേഴ്സ് ഉണ്ടായിരുന്നു. ലൈറ്റ് ബോയ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. സൗണ്ട് എഞ്ചിനീയർ, ക്യാമറമാൻമാർ 2 പേരുണ്ടായിരുന്നു. സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് എല്ലാ യൂണിറ്റ്സും ഉണ്ടായിരുന്നു. അന്ന് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് അന്ന് സോങ് റെക്കോർഡിംഗ് വരെ വേണ്ടത് ചെയ്തുകൊണ്ടിരുന്നു. മെർലാൻഡിലെ ആദ്യകാല പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഇലക്ട്രീഷ്യനായിരുന്നു ശ്രീ AS മണി. ഇവിടെയുള്ള ആളുകളെ മാത്രം എടുത്തിട്ട്, പിന്നെ ഞാനാണെങ്കിൽ ഇതൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെ അവർക്ക് കൂടെ ഇരുന്ന് ലൈറ്റ് എങ്ങനെ ഇടണം, ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനും ഫാൻ ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ഫ്ലോറിൽ സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഗോഡാന്ന് പറഞ്ഞൊരു സാധനം കെട്ടും. അപ്പോൾ അതിനകത്ത് ഇരിക്കാനും പ്രാക്ടീസ് വേണം. ഒരു ജോലി വലിയ പരിചയമുള്ള അവരിങ്ങനെ ആടും. അപ്പോൾ അവർ നടന്നിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഷേക്കായിപ്പോകും. പിന്നെ അവരവിടെ പിടിച്ചിരുത്തി പിന്നെ അതിന് സപ്പോർട്ടൊക്കെ ചെയ്യിച്ച് അവരെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിക്കും. മെഡ്രാസിലൊക്കെ ആണെങ്കിൽ കാർപ്പൻറ്റേഴ്സാണ് സെറ്റ് ഇടുന്ന കൂട്ടത് ഗോളയൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. അവരെല്ലാം ഒഴിഞ്ഞു മാറിയപ്പോൾ ഞാൻ തന്നെ
ഇവരെ കൊണ്ട് എന്നെ കോട കെട്ടിക്കുകയും ടൈ മുളയെല്ലാം കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ആടാതിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഒരു 150 മെമ്പേഴ്സ് ഉണ്ടാവും. ലൈറ്റ് ബാസ് 17 പേരുണ്ടായിരുന്നു. അവരാരും വെളിയിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ലൈറ്റ് ബാസ് ടെക്നീഷ്യൻസ് മാത്രം പുറത്തുനിന്ന് കൊണ്ടുവന്നു. ആദ്യത്തെ പടത്തിൽ രാമമൂർത്തി എന്ന് പറയും. രാമമൂർത്തി എന്ന് പറഞ്ഞാൽ തേവർ ഫിലിംസിൻ്റെ ഇപ്പോഴും അയാൾ ജീവിച്ചിരിപ്പോൾ. അയാളാണ് ആദ്യം വന്ന ആൾ. ബാറ്റ് സിസ്റ്റം ഇല്ല, ശമ്പളം മാത്രമേ ഉള്ളൂ. മാസമാകുമ്പോൾ 30 രൂപ, അതാണ് ശമ്പളം. എന്നാൽ അത് മതിയായിരുന്നു.